എന്നുമെൻ്റെ കണ്ണുനീരിൽ നിന്നോർമ്മ പുഞ്ചിരിച്ചു. ഇന്നുമെൻ്റെ കണ്ണുനീരിൽ നിന്നോർമ്മ പുഞ്ചിരിച്ചു. ഈറൻമൂക്കിൽ മാലകളിൽ ഇന്ദ്രധനുസെന്ന പോലെ ഇന്നുമെൻ്റെ കണ്ണുനീരിൽ നിന്നോർമ്മ പുഞ്ചിരിച്ചു. സ്വർണമല്ലി നൃത്തമാടും നാളെയോമി പൂവനത്തിൽ തെന്നൽ കൈ ചേർത്തു വയ്ക്കും പൂക്കൂന പൊൻപണം പോ നിൻ പ്രണയ പൂകനിഞ്ഞ പൂമ്പൊടികൾ ചിറകിലേന്തി എൻ്റെ ഗാനം തുമ്പികൾ നിന്നധരം തേടി വരും. ഇന്നുമെൻ്റെ കണ്ണുനീരിൽ നിന്നോർമ്മ പുഞ്ചിരിച്ചു. ഈറൻമൂക്കിൽ മാലകളിൽ ഇന്ദ്രധനുസെന്ന പോലെ ഇന്നുമെൻ്റെ കണ്ണുനീരിൽ നിന്നോർമ്മ പുഞ്ചിരിച്ചു. സ്വർണമല്ലി നൃത്തമാടും നാളെയോമി പൂവനത്തിൽ തെന്നൽ കൈ ചേർത്തു വയ്ക്കും പൂക്കൂന പൊൻപണം പോ നീ അരികിലില്ല എങ്കിലെന്തു നിന്റെ നിശ്വാസങ്ങൾ രാഗമാലയാക്കി വരും കാറ്റെന്നെ തഴുകുമല്ലോ. ഇന്നുമെൻ്റെ കണ്ണുനീരിൽ നിന്നോർമ്മ പുഞ്ചിരിച്ചു. ഈറൻമൂക്കിൽ മാലകളിൽ ഇന്ദ്രധനുസെന്ന പോലെ ഇന്നുമെൻ്റെ കണ്ണുനീരിൽ നിന്നോർമ്മ പുഞ്ചിരിച്ചു. ജിതിൻ ചേച്ചി നന്നായി പാടി ജിതിൻ. ജിതിൻ പാടാൻ തുടങ്ങുമ്പോ എല്ലാരും ഇങ്ങനെ അലിഞ്ഞലിഞ്ഞ് ഇല്ലാണ്ടാവും ഇവിടെ എല്ലാവരും. ചോദിക്കാം ജഡ്ജസിനോട്, ശരത് സാറിനോട് തന്നെ ചോദിക്കാം ആദ്യം.
എന്താ പറയണ്ടേ ഈ പാട്ടിനൊന്നും. രവീന്ദ്ര മാഷമായിട്ട് ഇരുന്ന് തന്നെ ഞാനിത് 1,00,000 വട്ടം കേട്ടിട്ടുണ്ടാവും. അപ്പം അങ്ങനെ ഒരു അനുഭവം കൂടെ എനിക്കുണ്ട്. മാഷൻ എൻ്റെ അടുത്ത് നിനക്കെന്തോ ഭ്രാന്താണോ എന്ന്. എപ്പോൾ പോയാലും ഞാൻ ഈ പാട്ട് മാഷിൻ്റെ ഈ വീട്ടിട്ട് പേടിച്ചായിരിക്കുന്നത്. കാര്യം 3 ഘടാഘടിയന്മാരായിട്ടുള്ള പട്ടികളുണ്ട് വീട്ടിൽ. മാഷിനത് കുഞ്ഞുങ്ങളാണ്, നമുക്കതല്ല. എനിക്ക് കടുവായ അത് 3 എണ്ണം. അതിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ കിടുവായിട്ടിരുന്ന് ആ പാട്ട് കേട്ടിട്ടുണ്ട്. അനങ്ങാൻ പറ്റത്തില്ല. കാര്യം എന്തെങ്കിലും അനങ്ങിയാൽ അവർക്ക് എന്തെങ്കിലും തോന്നിയാലോ കടിക്കും. അതുകൊണ്ട് പേടിച്ചിരുന്ന് കേട്ടിട്ടുണ്ട് കുറേ തവണ. അപ്പം മോനെ കൊള്ളായിരുന്നു. തുടക്കം ഒരു പ്രണയമൊക്കെ പോയിട്ട് പേടിച്ചൊരു പ്രണയമായിരുന്നു. പിന്നെ ഓർമ്മ പലവില ആ നോട്ടൊക്കെ കുറച്ചും കൂടെ ക്ലാരിറ്റി ആകും കേട്ടോ മോനെ. അത് തുടക്കം ആയതുകൊണ്ടായിരിക്കും. ഇന്നും എൻ്റെ ഇന്നും എൻ്റെ എന്ന് പറയുമ്പോൾ എൻ്റെ ആണ് അല്ലേ. ഇന്നും എൻ്റെ കണ്ണുനീരിൽ നിന്നോർമ്മ. എന്താ അത് കേൾക്കണം കേട്ടോ മോനെ. സ്വർണ്ണമല്ലി നൃത്തമാടും ആരി. അത് കുറച്ചും കൂടെ ക്ലാരിറ്റി ആകുമ്പോൾ പാടുമ്പോൾ ഒന്ന് പാടുക. സ്വർണ്ണമല്ലി നൃത്തമാടും പൊൻപണം പോൽ ചേർത്തു വയ്ക്കും പൂക്കൂന പൊൻപണം പൊൻപണം മേലിൽ എത്തണം മോനെ. നിൻ പ്രണയ പൂക്കനിഞ്ഞ പൂമ്പൊടികൾ ചിറകിലേന്തി എത്തിക്കണം. പൊടികൾ ചിറകിലേന്തി. ലാസ്റ്റ് പാടിക്കുക. അത് സെക്കൻഡ് ചരണത്തിൽ നന്നായിട്ട് പാടിയിട്ടുണ്ടായിരുന്നു. കേൾക്കാനുള്ള ആഗ്രഹമുണ്ട്. തേടി വരും മാത്രം പാടിക്കുക. എൻ്റെ ഗാനപ്പൂത്തുമ്പികൾ ഫീൽ ചെയ്യ്. ഞാനാണ് ഫീൽ ചെയ്യുന്നത്. എൻ്റെ ഗാനപ്പൂത്തുമ്പികൾ എൻ്റെ ഗാനപ്പൂത്തുമ്പികൾ നിന്നധരം തേടി വരും. ഗുഡ് 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 ഗുഡ്. അതുപോലെ കൊള്ളാം. അതുപോലെ സ്വർണ്ണമല്ലി അതുമൊക്കെ ആ തുടക്കം സ്വർണ്ണമല്ലിയൊക്കെ. പിന്നെ അതിന് കുറേ അവിടെ കുറേ ആടിയിട്ടുണ്ട്. പൂക്കൂന എങ്ങനെ പാടി? വേറെ എന്തോ ഒരു ഐറ്റം കേട്ടതായിട്ട് തോന്നി. പൂക്കൂന പൊൻപണം അതല്ലാതെ വേറൊരു പുതിയൊരു സാധനം പാടിയായിരുന്നു അവിടെ ഉണ്ട്. അപ്പം അതെന്താണെന്ന് നോക്കുക. പാടിയിട്ടുണ്ട് ഒരു പുതിയ സംഭവം. സംഭവം യുഗേ യുഗേ കേൾക്കുക. അതെന്താണ് മോൻ പാടിയെന്ന്. വന്നതാണോ ആ സമയത്ത്? ആണോ? പാടിയത് അങ്ങനെ തന്നെ. സംഭവം ഇതാണ്. അത് പുതിയതായിട്ട് പാടി എന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ അത് മറന്നും പോയി. ഇന്ദ്രധനുസ് ലാസ്റ്റ് പല്ലവി. ധനുസ് ശരിയാക്കി. ഇന്ദ്രധനുസ് എന്ന പോലെ. നൈസ് നൈസ് നൈസ്. ഉഗ്രം പാട്ടാണ്. കാര്യം ഈ ഒരു പാട്ടിനോടുള്ള എനിക്കൊരു പ്രേമം എന്ന് പറഞ്ഞാൽ ഞാൻ ഹാർമോണി വെച്ച് കുറേ വട്ടം മാഷിന് പാടി കേൾപ്പിച്ച് സുഖിപ്പിച്ചിട്ടുണ്ട് ഇത്. അപ്പോൾ അത് വല്ലാത്തൊരു അനുഭവമാണ്. അത് മിക്കവാറും പാടുമ്പോഴൊക്കെ ഞങ്ങൾ രണ്ടും ഇമോഷണൽ ആവാറുണ്ട് പാടി പാടി. അതിപ്പോൾ ഇനി മാഷിന് ഞാൻ ഈ ഹാർമോണി വെച്ചിരുന്ന് പാടുന്നത് ഇഷ്ടമാണ്. അപ്പം മാഷിൻ്റെ പാട്ട് തന്നെ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും. അത് പെട്ടെന്ന് ആ ഒരു ഓർമ്മയൊക്കെ തന്നതിന് കുറേ താങ്ക്സ് ജിതിൻ. നന്നായിട്ട് പാടിട്ടുണ്ട്. താങ്ക് യു ശരത് സർ. സുജാ ചേച്ചി. ജിതിൻ നല്ലോണം പാടി. ജിത്തിൻ്റെ എനിക്ക് കുറച്ച് താഴെ കുറച്ചൊരു ഷേക്കി ആയിരുന്നു വോയിസ്. ഇതിൽ മേലെ പക്ഷെ എടുക്കാനും പറ്റൂല അല്ലെ. അതിന്റെ എഫക്റ്റ് പോകും ഭയങ്കര മേലെ. ആ പഞ്ചമ മേലെ ഒക്കെ ഒരേ സെയിം ലിറിക്ക് പാടി അല്ലേ 2 തവണ 2 ചരണവും തുടക്കം. പിന്നെ സെക്കൻഡ് പോർഷൻ മാറ്റി ഓക്കെ. പിന്നെ അവസാനത്തെ എല്ലാം ശരത്ത് പറഞ്ഞു കഴിഞ്ഞു. നല്ലോണം പാടി. കുറച്ചും കൂടെ ബെറ്റർ ആവാം ജിത്തിൻ. കാരണം ഇനിയും ജിത്തിൻ നമ്മളൊരു ലെവലിൽ വെച്ച് കഴിഞ്ഞു. ഇനി അതിന് എക്സൽ ചെയ്യാം. ജിത്തിന്റെ കടമ അതാണ്. താങ്ക് യു ചേച്ചി. ശ്രീനി സാർ. ആദ്യം ഈ പാട്ട് തന്നെയാണ് ശരിക്കും പ്രോബ്ലി വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് സോങ്സ് അല്ലേ മലയാളത്തിൽ. ഈ ഒരു പാട്ട് മതി രവീന്ദ്രൻ മാസ്റ്റർ, ദാസേട്ടൻ, അവർക്ക് വേറൊരു പാട്ട് പോലും വേണ്ട. അത്രയോ ഉണ്ട്. ലെജൻസ് ആണെന്നുള്ള കാര്യം ഒരു സംശയമില്ല. ഈ പാട്ട് ഒരു പാട്ട് കേട്ടാൽ മതി. പിന്നെ വേറൊരു പാട്ടും ചെയ്തില്ലായിരുന്നെങ്കിലും കുഴപ്പമില്ല. വല്ലാത്തൊരു കോമ്പിനേഷനാണ് ഇവർ രണ്ടുപേരും ചേർന്നാൽ. എനിക്കൊക്കെ പാടാൻ വരുമ്പോഴേ ദാസേട്ടൻ ഫുൾ ദേഷ്യത്തോടെ വരാറുള്ളൂ. എനിക്കറിയാം. അപ്പോൾ ചിത്തൻ അങ്ങനെ ഒരു പാട്ട് ഇപ്പോൾ വളരെ ശരത്തൊക്കെ അത്രയും
സ്നേഹിച്ച ഒരു പാട്ട്. ഞാൻ ഈവൻ ഫോർ മീ ഇറ്റ് ഇസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് സോങ്. ഞാനും ഒരുപാട് കേട്ടിട്ടുണ്ട് ഈ പാട്ട്. ജിത്തിൻ അസാധ്യമായിട്ട് പാടി. ഫോർ മീ യു റിയലി സാങ് വെൽ. ലൈവായിട്ട് ഐ നോ ഹൗ ഡിഫിക്കൾട്ട് ഇറ്റ് ഇസ് ടു സിങ്. ഇറ്റ് ഇസ് നോട്ട് ഈസി. എസ്പെഷ്യലി ഇങ്ങനത്തെ പാട്ട് ഇത് ഒട്ടും ഈസി അല്ല പാടാൻ. ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ടു സിങ്. നോബഡി ഹാവ് സീൻ സിങ് ഇറ്റ് പെർഫെക്റ്റ്ലി ഓൺ സ്റ്റേജ്. ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ജിത്തിൻ ഒരുവിധം 90% പെർഫെക്റ്റായിട്ട് പാടി. ദാറ്റ്സ് ഗ്രേറ്റ് ക്രെഡിറ്റ് യു. ഇനിഷ്യൽ വാമപ്പ് ലോ പോർഷൻസ് ഒക്കെ വാമപ്പ് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അതർവൈസ് ഇറ്റ് വാസ് ഫാന്റാസ്റ്റിക്. റിയലി ലവ്ഡ് ഇറ്റ്. പിന്നെ ദാസേട്ടൻ്റെ ഫീൽ ഇസ് ഡിഫറെൻറ്റ്. യുനോ ഐ എം നോട്ട്, യു കനോട്ട് കമ്പയർ യു വിത്ത് ദാസേട്ടൻ. സോ ദാറ്റ് ആ ഒരു ഫീൽ അത് പാട്ടിലേക്ക് അകത്ത് കയറുവാണ്. ജിത്തിൻ ആ നോട്ട്സിൽ ആണ് ശ്രദ്ധിക്കുന്നത്. എന്നാലും ഫീൽ ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം നോട്ട്സ് അല്ലാതെ ആ പാട്ടിനകത്ത് കുറച്ച് കയറി. ബട്ട് എന്നാൽ ആ ടു സിങ് ലൈക്ക് എ ലെജൻഡ് യു ഹാവ് ടു ബിക്കം എ ലെജൻഡ്. ഇറ്റ്സ് നോട്ട് ഈസി. അത് ഇതിൽ കുറച്ചും കൂടെ ഒരുപാട് സമയം വേണ്ടി വരും. ലൈവായിട്ട് ഇത്രയും പെർഫെക്റ്റായിട്ട് പാടുന്നത് ഇറ്റ്സ് നോട്ട് ഈസി. ഫാന്റാസ്റ്റിക്. താങ്ക്സ് a lot, Srini sir. ജിതിൻ മാർക്സ് വെക്കാം. ഓക്കെ, സുജാ ചേച്ചി 28 on 30. താങ്ക് യു ചേച്ചി. ശ്രീനി സർ കുറുക്ക് ചിരുത്തവിലെ 0.5 കുറഞ്ഞു പോയി. ബട്ട് അതുകൊണ്ട് ഇപ്പൊ കൂട്ടാൻ പറ്റില്ലല്ലോ. അതില്ല 28 on 30. താങ്ക് യു ശ്രീനി സർ. ഇതൊക്കെ കുറച്ച് ശരിയായിക്കൊള്ളൂ ജിതിൻ കേട്ടോ. ഒന്ന് നന്നാവാൻ വേണ്ടിയാണ്. ഓൾ ദി ബെസ്റ്റ്. 27.5 on 30. 83.5 on 90. ഇനി നമുക്ക് 10ൽ എത്ര മാർക്സ് ആണെന്നറിയാം. 8.5 on 10 and your total overall is 92 on 100.